ഞാനും ഇപ്പോഴേ അറിഞ്ഞത് വി സിയെ സസ്പെൻഡ് ചെയ്തു. അതെ, വി സിയുടെ ജോലിയിൽ വീഴ്ച വരുത്തിയതുകൊണ്ടാണല്ലോ വി സിയെ സസ്പെൻഡ് ചെയ്തത്. നല്ല രീതിയിൽ വി സിക്ക് പുള്ളിയുടെ ഡ്യൂട്ടി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് സസ്പെൻഷൻ ഇപ്പോൾ സ്വീകരിക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് സസ്പെൻഷൻ സ്വീകരിക്കേണ്ടി വന്നു? വി സിയുടെ ജോലി വി സി ചെയ്തില്ല. ഡീന് ഇത്രയും വലിയ കുറ്റം ചെയ്ത ഡീന്, കുറ്റം ചെയ്തിട്ട് കൂട്ടുനിന്ന ഡീന്, ആ ഡീനെതിരെ അറ്റ്ലീസ്റ്റ് ഒരു ആക്ഷൻ എടുക്കുകയോ കാര്യങ്ങൾ ആ ഡീനെതിരെ ആക്ഷൻ എടുക്കുകയോ വി സിക്ക് ചെയ്യാം. എൻ്റെ വീട്ടിൽ വന്ന് എനിക്കൊരു ഉറപ്പ് പറഞ്ഞിട്ട് പോയതാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാം, എന്ത് സഹായത്തിന് ഞാൻ കൂട്ടിനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ആ വി സിയെ വിശ്വസിച്ചു. വി സി എല്ലാം ചെയ്യും, എനിക്ക് എല്ലാ സഹായം ചെയ്യും. നമുക്കറിയില്ലല്ലോ ഇവരൊക്കെ സ്വഭാവം എങ്ങനെയാണെന്ന്. ഇപ്പോൾ വി സിയെ സസ്പെൻഡ് ചെയ്തപ്പോൾ മനസ്സിലായി ഈ വീട്ടിൽ വന്നിട്ട് പോകണ ഇവരുടെയൊക്കെ സ്വഭാവങ്ങൾ എന്താണ്, നമുക്ക് തരുന്ന ഉറപ്പെന്താണ്. ഒരാൾ മാത്രം ഇപ്പോൾ പറഞ്ഞതിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു, ഗവർണർ, ചാൻസലർ. ഒരാൾ മാത്രമെന്ന് ഞാൻ പറയുന്നില്ല, വന്നവരിൽ ഒരാൾ എന്നേ പറയുന്നുള്ളൂ. ഇപ്പോൾ പലരും നമുക്ക് നല്ല സഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ നട്ടലുള്ള ഒരാൾ തന്നെയാണ് ആ ഗവർണർ. പുള്ളിയുടെ ഡ്യൂട്ടി പുള്ളി കറക്റ്റായിട്ട് ചെയ്തു. എനിക്കൊരു ഉറപ്പ് തന്നിട്ട് പോയി ഇതിലുള്ള ആൾക്കാരെ ഞാൻ വെറുതെ വിടില്ല എന്ന്. പക്ഷേ അന്ന് മുതൽ പുള്ളി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കറക്റ്റാണ്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഗവർണറുടെ ജോലി ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് എനിക്ക് തന്നെ നല്ലവണ്ണം അറിയില്ലായിരുന്നു. എൻ്റെ കൊച്ചുനാളിൽ അറിയില്ലായിരുന്നു. ഒരു 4-5 വർഷം മുമ്പ് വരെ എനിക്കറിയില്ലായിരുന്നു ഒരു ഗവർണറുടെ ജോലി എന്താണെന്ന്. പുള്ളി വന്നിട്ട് എനിക്ക് മനസ്സിലായി ഒരു ഗവർണറുടെ ജോലി എന്താണ്. പുള്ളി അത് കാണിച്ചു കൊടുത്തു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പലർക്കും എന്താണ് ഒരു ഗവർണർ ജോലി എന്ന് മനസ്സിലാക്കിയത് തന്നെ പുള്ളി ഇവിടെ വന്നതിന് ശേഷമാണ്. നല്ല നട്ടലുള്ള ഒരു മനുഷ്യനാണ്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ എന്നെ സഹായിക്കും. അത് എന്നെ സഹായിക്കുന്നതല്ല, പുള്ളി ഭാവിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരല്ലേ എന്ന് പുള്ളി എന്നോട് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ല സഹായിക്കുന്നത്, ഇനി ഭാവിയിലൊരു പ്രശ്നം ഇതുപോലെ വരല്ലേ, അതിന് വേണ്ടി ഞാൻ നിങ്ങളോട് കൂടെ നിൽക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. അടുത്തത് ഡീനെ ഇതുപോലെ സസ്പെൻഡ് ചെയ്ത് ഈ കാന്തനാഥനെയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഡയറക്ടറോ പ്രൊഫസറോ എന്തോ ആ രണ്ടുപേരെ ഇതുപോലെ മാറ്റണം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞു അവർ രണ്ടുപേരാണ് കൂട്ടുനിന്നത് റാഗിങ്ങിന് കൂട്ടുനിന്നത്. അത് കഴിഞ്ഞ് കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാനും എല്ലാത്തിനും കൂട്ടുനിന്നത്. ഇമ്മീഡിയറ്റായിട്ട് ഇവരെ മാറ്റി നിർത്തിയിട്ട് അടുത്ത അന്വേഷണം നടത്തണം. ഈ വി സിയെ ഡീനെ സംരക്ഷിച്ചത് വി സി ആണെന്നാണോ പറയുന്നത്? ഇപ്പോൾ ഇത് വന്നല്ലോ, സസ്പെൻഷൻ വന്നല്ലോ, അതുകൊണ്ട് വി സി ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ വി സിക്ക് പുറത്ത് പോകേണ്ടി വരില്ലായിരുന്നു. ഈ ഡീനെ വി സി സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാന്തനാഥനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വി സിക്ക് പുറത്ത് പോകേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ വി സി കറക്റ്റ് ട്രാക്കിലാണ് പോയിരുന്നെങ്കിൽ ഡീനിന് പുറത്ത് പോകാമായിരുന്നു. അപ്പോൾ വി സി സംരക്ഷിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പുള്ളിക്ക് ഇങ്ങനെ ഒരു ഫേസ് ചെയ്യേണ്ടി വന്നത്.